ഹലോ എവ്രി വൺ, വെൽക്കം ടു കേരള ഹിന്ദി ക്വസ്റ്റ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജ്ഞാൻപീഠ പുരസ്കാറിനെക്കുറിച്ചാണ്. ഹിന്ദിയിൽ ജ്ഞാൻപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ള കവികളെക്കുറിച്ചും അവരുടെ കൃതികളെക്കുറിച്ചും പഠിക്കാം. ഹിന്ദിയിൽ ആദ്യമായി ജ്ഞാൻപീഠ പുരസ്കാരം ലഭിച്ചത് സുമിത്രാനന്ദൻ പന്തിനാണ്. സുകുമാർ കവി എന്നൊക്കെ അറിയപ്പെടുന്ന സുമിത്രാനന്ദൻ പന്തിനാണ് ഹിന്ദിയിൽ ആദ്യമായി ജ്ഞാൻപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതിയായ ചിദംബരയ്ക്കാണ് 1968 ജ്ഞാൻപീഠ പുരസ്കാരം ലഭിക്കുന്നത്. രണ്ടാമതായി ഹിന്ദിയിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് രാംധാരി സിംഗ് ദിനകറിനാണ്. ദിനകർജിക്ക് 1972 അദ്ദേഹത്തിൻ്റെ ഉർവശി എന്ന കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഉർവശി എന്ന കൃതിക്കാണ് കിട്ടിയിരിക്കുന്നത്. മൂന്നാമതായി ഹിന്ദിയിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് സച്ചിദാനന്ദ ഹീരാനന്ദ് വാത്സ്യായൻ അഗെയിനാണ്. 1978 കിത്തനി നാവോമേം കിത്തനി ബാർ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. 1978 അഗെയിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അഗെയിന് ശേഷം ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് മഹാദേവി വർമ്മയ്ക്കാണ്. 1982 യാമ എന്ന കൃതിക്കാണ് മഹാദേവി വർമ്മയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഒരു പ്രത്യേക കൃതിക്ക് അവസാനമായി ജ്ഞാനപീഠം ലഭിക്കുന്നത് മഹാദേവി വർമ്മയുടെ യാമയ്ക്കാണ്. 1982 മഹാദേവി വർമ്മ. അടുത്തതായി നരേഷ് മെഹ്തയ്ക്കാണ് ഹിന്ദിയിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 1992 നരേഷ് മെഹ്തയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി കിട്ടിയ ജ്ഞാനപീഠ പുരസ്കാരങ്ങളൊക്കെ തന്നെയും പ്രത്യേക ഒരു കൃതിക്കായിട്ടുള്ളതല്ല, പകരം സമഗ്ര സംഭാവനയ്ക്ക് അല്ലെങ്കിൽ സമ്പൂർണ്ണ സാഹിത്യത്തിന് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളാണ്. അതിൽ ആദ്യമായിട്ടുള്ള ആളാണ് നരേഷ് മെഹ്ത, 1992. അതിനുശേഷം 1999 നിർമ്മൽ വർമ്മയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 1999 നിർമ്മൽ വർമ്മ, അദ്ദേഹത്തിൻ്റെയും സമഗ്ര സംഭാവനയാണ്. ശേഷം 2005 കുംവർ നാരായണാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്തതായി ഹിന്ദിയിൽ ജ്ഞാനപീഠ പുരസ്കാരം 2009 ലഭിക്കുന്നത്. 2 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് അമർകാന്ത്, 2 ശ്രീലാൽ ശുക്ല. ഇവർക്ക് 2 പേർക്കുമാണ് 2009 പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2009 ശേഷം 2013 ഹിന്ദിയിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. കേദാർനാഥ് സിംഹിനാണ് 2013 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അതിനുശേഷം 2017 കൃഷ്ണ സോപ്തിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. കൃഷ്ണ സോപ്തി. ലാസ്റ്റായിട്ട് ലഭിച്ചത് 2025 വിനോദ് കുമാർ ശുക്ല. അദ്ദേഹത്തിൻ്റെ ഹിന്ദി സാഹിത്യമേം ഉത്കൃഷ്ട യോഗദാനാണ് ഹിന്ദിയിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ലാസ്റ്റായിട്ട് ലഭിച്ചിരിക്കുന്നത് 2025. അപ്പോൾ ഇന്ന് പഠിച്ച ഹിന്ദിയിലെ ജ്ഞാനപീഠ പുരസ്കാരം 10 മുതൽ വിനോദ് കുമാർ ശുക്ല വരെയുള്ള പോർഷൻസ് എല്ലാവർക്കും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക, നന്നായിട്ട് പഠിക്കുക. എക്സാംസൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.